എന്തായി? പൊടി ചായയിൽ കലർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അധികം താമസമൊന്നുമില്ല കുഞ്ഞു പോവാൻ. ഇന്നോ നാളെയോ ആ വാർത്ത കേൾക്കാൻ പറ്റും. കണ്ണേട്ടനും മാർക്കോയും ആ സാഗറും ഒക്കെ ഇനി മടങ്ങി വരില്ലെന്നാ മേഘേട്ടൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കുഞ്ഞു പോയ മഞ്ജുവിന് ഇവിടേക്ക് തിരികെ വരേണ്ടി വരും കരുണേ. അങ്ങനെ അവള് വരണം. എന്നിട്ട് മേഘേട്ടന്റെ കാൽ കീഴിൽ അവള് ജീവിക്കണം. അതുപോലൊരു തന്റേടോ അവള് കാട്ടിക്കൂട്ടിയിരിക്കുന്നെ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഊഴ ഉണ്ണിയേട്ടാ. പിടിച്ചടക്കണമല്ല. മഹാലക്ഷ്മി പുകച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ അണ്ടറിൽ കൊണ്ടുവരണം. കണ്ണേട്ടനും മാർക്കും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ അതിന് വലിയ പാടൊന്നുമില്ല. മേഘേട്ടൻ ഞാനും കൂടെ എല്ലാം പൊളിച്ചടുക്കിക്കോളും. പക്ഷേ ഇപ്പൊ സ്വത്തിന്റെ മുക്കാലും അവളുടെ പേരില, മഹാലക്ഷ്മിയുടെ. കണ്ണേട്ടനില്ലാത്ത ലോകത്ത് അവരധികകാലം ജീവിക്കാൻ പോകുന്നില്ല കരുണേ. മുഖ്യ ശത്രുക്കൾ പോയി കഴിഞ്ഞു. അവരെ പിന്തുണയ്ക്കുന്നവരും. അവൾക്കിത്തിരി ധൈര്യമൊക്കെ വച്ചിട്ടുണ്ട്. അവളിനി കേസും വഴക്കുമായിട്ടൊക്കെ പോവെന്നറിയില്ല. എന്തോന്ന് കേസും വഴക്കും? മല കയറിയവര് കൊക്കയിൽ വീണ് മരിച്ചാ അതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ? ആഘോഷങ്ങള് നമ്മൾ പലപ്പോഴും നടത്തിയതാ കേക്ക് മുറിച്ച്. എന്നാൽ അതിന്റെ അവസാനം നമ്മളെ കരഞ്ഞിട്ടുള്ളൂ ഇതുവരെ. പക്ഷേ ഇത്തവണ അതിന് മാറ്റം വരണം. നനച്ചിരിക്കാത്ത നേരത്തെ കിട്ടിയ സൗഭാഗ്യം അവളെ വിട്ടകന്നു പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കല്യാണം കഴിയുന്നവരെ നമ്മളെ തുണച്ചിട്ട് ഇപ്പോ അവളുടെ നിഴലായിട്ട് നടക്കുന്ന മഞ്ജുന് കിട്ടട്ടെ തിരിച്ചടി. രണ്ടും വാവിട്ട് നിലവിളിക്കട്ടെ. മിസ്ഡ് കോളൊന്നുമില്ല. ഒരു മെസ്സേജ് ഉണ്ടല്ലോ. ദർശനം കഴിഞ്ഞു, അയ്യപ്പ ഭഗവാൻ ദർശനം തന്നു. ഇപ്പൊ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ അയ്യപ്പ സ്വാമി, മഞ്ജു റെഡിയായോ? കണ്ണേട്ടന് മെസ്സേജ് വന്നു. ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയെന്ന്. ഇപ്പൊ സമാധാനായല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ താഴേക്ക് ചെല്ലുമ്പോഴേ അസ്വസ്ഥത എന്തെങ്കിലും കാണിക്കണോ? എന്നുവെച്ചാ അവരുടെ നോട്ടത്തിൽ എന്റെ ഉള്ളില് കുഞ്ഞിനെ കളയാനുള്ള വിഷം പോയല്ലോ. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. പെട്ടെന്നത് പ്രവർത്തിച്ചു തുടങ്ങില്ല എന്നല്ലേ അവര് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മൾ അഭിനയിക്കാനുള്ള സമയം ആയിട്ടില്ല. ഈ മനസ്സുമായിട്ട് നടക്കുന്നവരുടെ അടുത്ത് കണ്ണീട്ട് നടന്നു തുടങ്ങിയെന്ന് പറയാത്തതാ നല്ലത്. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇതേ ഏട്ടന്റെ ഏട്ടത്തിയുടെയും വീടാ. ഇവിടുന്ന് നിങ്ങൾക്ക് മറ്റൊരിടത്ത് മാറി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടാളെക്കാളും അധികാരത്തോടെ താമസിക്കുന്നവർ ഉള്ളിടത്തോളം കാലം അപകടം ഒഴിഞ്ഞു പോയെന്ന് പറയാൻ പറ്റില്ല. കണ്ണേട്ടന്റെ സ്വഭാവം വച്ചിട്ടേ ഒരിക്കലും എന്റെ അമ്മയും ഉണ്ണിയേട്ടനെയും അതുപോലെ തന്നെ കരുണേടത്തെയും ഇവിടുന്ന് പറഞ്ഞു വിടില്ല. ഏട്ടത്തെ ഒന്ന് ബോൾഡായാ മതി, എല്ലാത്തിനും ഇവിടുന്ന് പറപ്പിക്കാം. കരുണ എന്റെ സ്വന്തം അനിയത്തിയല്ലേ മഞ്ജു, പിന്നെ എങ്ങനെ അവളെ ഇവിടുന്ന് ഓടിക്കുക? ഇങ്ങനെ ചിന്തിക്കുന്നതാ പ്രശ്നം. ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ എന്റെ ആരാ? സ്വന്തം അമ്മയും ആങ്ങളെയല്ലേ. പക്ഷെ കൊലയാളിയുടെ മനസ്സുമായിട്ട് നടക്കുന്നവര് അമ്മയായാലും ആങ്ങളെയായാലും നാത്തൂനായാലും ശരി, അവരെയൊക്കെ ഒഴിവാക്കുന്നതാ നല്ലത്. എന്തിനു വേണ്ടിയിട്ടാ ഏട്ടനെ ഏട്ടത്തെ അവര് കൊല്ലാൻ നോക്കുന്നേ? എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ അവരെന്തിനാ ശ്രമിക്കുന്നേ?
എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ ഇല്ലേ എടുത്തി? സ്വത്തിനും പണത്തിനും വേണ്ടി എത്ര ബന്ധുക്കളെയാ കൊന്നത്. അത് നമ്മളൊക്കെ ഒരു മരവിപ്പോടെയല്ലേ കേട്ടതും വായിച്ചതും ഒക്കെ. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് വേദനിച്ച കൂട്ടത്തിലാ ഞാൻ. പക്ഷേ അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചിന്തിക്കുന്നത് അതെനിക്ക് സന്തോഷമായെന്നാ. അവരുടെ മനസ്സ് തന്നെയാണ് മറ്റുള്ളവർക്കും എന്ന് ചിന്തിക്കുന്നതാ ഏറ്റവും വലിയ കുഴപ്പം. ആ, അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചാ നമുക്ക് സമാധാനം കിട്ടില്ല മഞ്ജു. നീ വാ. വൈദ്യരുടെ മരുന്നിന്റെ ശക്തി എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവളാ ഞാൻ. അതുകൊണ്ടിനി ആ കുഞ്ഞിന്റെ കാര്യത്തില് അമ്മയ്ക്കിനി ഒരു പേടിയും വേണ്ട. അവൾ അതുപോലെയാ എന്റെ കുടുംബത്തിന്റെയും മേഘന്റെയും ഒക്കെ മുഖത്ത് കരി വാരി തേച്ചത്. മേഘന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് കരുതി അവനെക്കാളും കുഴപ്പം പിടിച്ച ഒരുത്തന്റെ കൂടെ അവൾക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മോളിത് എങ്ങോട്ട് പോവാ? ഞാൻ ഏട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഓ, ഇവിടെ നിന്നാലേ ഞങ്ങൾ ആരെങ്കിലും ഇവളെ വിഷം കൊടുത്തു കൊല്ലുമെന്നുള്ള പേടി കാണും ഇവൾക്ക്. അങ്ങനെ ഒരു പേടി ഏട്ടത്തിക്കില്ല, പക്ഷെ എനിക്കുണ്ട്. അതുപോലെ കണ്ണേട്ടനും. എടി, ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ഇവളെ എന്തിനാടി ഞങ്ങൾ കൊല്ലുന്നേ? അതെ അതെ, പിന്നെ ഇവളെയും കൂട്ടി പോകുന്നൊക്കെ കൊള്ളാം. അമ്മയാവാൻ കഴിയാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരുത്തിയാ ഇവള്. അതിന്റെ കേട് അവള് പരമാവധി നിന്റെ നേർക്ക് തീർക്കുമെന്ന് പറയാൻ പറ്റില്ല മഞ്ജു. മനസ്സിലായില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. എടി, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പോലും ഇവള് മടിക്കില്ല എന്നാ മോള് പറഞ്ഞത്. അങ്ങനൊരു പേടി എനിക്കില്ല. അങ്ങനെ ഞാൻ പേടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അമ്മയുടെ ഏട്ടത്തിയുടെയും കൂടെ നിന്നിരുന്ന സമയം. ഇപ്പൊ ആരൊക്കെ ഏതാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. സ്വന്തം അമ്മയെ പോലും ഭയക്കണം. എന്നാലും ഏട്ടത്തിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശരി ശരി, എന്നാ പിന്നെ ഇവളെയും കൂട്ടി പൊയ്ക്കോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതങ്ങ് അനുഭവിച്ചോ. അവനവന്റെ പ്രവൃത്തിയുടെ ഫലവാ അവനവന് തിരിച്ചു കിട്ടുന്നത്. അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശേഷിയുള്ളവര് ജീവിതത്തിൽ മാറാൻ ശ്രമിക്കും. അല്ലാത്തവര് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നീ എന്താ മനസ്സിൽ വെച്ചോണ്ട് സംസാരിച്ചെന്ന് എനിക്ക് അറിയാടി. എനിക്കൊരമ്മയാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അതുപോലെ ഇവളും ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്നത് നീ കാണും. പക്ഷേ നിനക്കത് സ്വപ്നം മാത്രമാടി, വെറും സ്വപ്നം. ആയിക്കോട്ടെ, ഞാനങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊന്നും കാണാറില്ല. അതുകൊണ്ട് എനിക്ക് വേദനയില്ല. അധികം സംസാരത്തിനൊന്നും നിക്കണ്ട എടുത്തി ഇങ്ങോട്ട് വരാൻ നോക്ക്. മോളെ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നിനക്ക് ഇവിടെ നിന്നൂടെ? നിനക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഭക്ഷണം പാകപ്പെടുത്തി തരണോന്ന് കരുതിയാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എനിക്കും ആഗ്രഹമുണ്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ. പക്ഷേ അതിഷ്ടമല്ല സാഗരേട്ടന്. ഒരു നിമിഷം പോലും ഇവിടെ നിക്കരുതെന്നാ സാഗരേട്ടൻ പറഞ്ഞത്. ഇപ്പൊ അവൻ നിന്നോട് ആജ്ഞാപിക്കാനൊക്കെ ആയോ? ആജ്ഞാപിക്കാറൊന്നുമില്ല, ഉപദേശിക്കാറുണ്ട്. ദുഷ്ടചിന്തയുമായി നടക്കുന്ന ആൾക്കാരുമായിട്ട് അധികം സഹകരണം വേണ്ടാന്ന്. ഓ എടുത്തി. പോട്ടെ പോട്ടെ, അവളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി അവൾക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കോളും. ഇപ്പൊ മല കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല സാറേ.
പഴയ പോലെ കയറ്റമൊക്കെ കുറവാ. എല്ലായിടത്തും സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നത് കുറച്ചുകൂടെ പ്രയാസമുള്ള വഴിയിലൂടെയാണ്. എന്നാൽ അവിടെയും കയറ്റം കുറവായിരുന്നു. ഞാൻ നടന്നു കയറിയത് അറിഞ്ഞില്ല മാർക്കോ. അത് ഞങ്ങൾക്കും തോന്നി സാറേ. സാറിനൊപ്പം പിടിക്കാൻ മാർക്കോയും പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ഞാനൊന്നിരിക്കട്ടെ. ഞാനും ഇവരും കൂടെ എല്ലാ വർഷവും മലയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ഇത്രയും സ്പീഡിൽ ഞങ്ങൾ ഇതുവരെ മല കയറിയിട്ടില്ല. ഇവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാ ഒറ്റ നടത്തുവാ. പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റില്ലല്ലോ. ഞാൻ ഒരിടത്തിരിക്കും, കുറെ വെള്ളം കുടിക്കും, അങ്ങനെയാ പോകുന്നു. അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ ഇതുവരെ സന്നിധാനത്തിൽ എത്തിയിട്ടില്ല. ഇനി എല്ലാ വർഷവും നമ്മൾ നാലും ഒന്നിച്ചു വേണം മല കയറാൻ. അതിനി പ്രത്യേകിച്ച് പറയേണ്ട മാർക്കോ. നിങ്ങൾ വന്നില്ലെങ്കിൽ ശരി, നിങ്ങളെയും കൂട്ടിയേ ഞാൻ ഇനി എല്ലാ പ്രാവശ്യം മലയ്ക്ക് പോകും. എന്തായാലും ഇതൊരു 1.5 യാത്രയായി പോയി. യാത്രക്കിടയിൽ സംഭവിച്ചതൊക്കെ നമുക്ക് 4 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാ. മല കയറുന്ന സമയത്ത് കൊടും കാട്ടിൽ വെച്ച് പോലും കണ്ണൻ സാറിനെ കൊല്ലാൻ ആളെ വിട്ടു. പ്രതികളും മേഘനും പ്രതാപനും അല്ലാതെ മറ്റാരുമല്ല. അവനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും, ആ മേഘനെ. എങ്കിലേ സാറിനും സാറിന്റെ ഭാര്യയ്ക്കും മാത്രമല്ല, ദൈവനും മഞ്ജുവിനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ചതിയനെ ഞാൻ കണ്ടിട്ടില്ല. സാറേ, സാർ അവന്റെയും അവന്റെ ബന്ധുക്കളുടെയും ചതി മനസ്സിലാക്കിയത് സാറിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം. മഹാലക്ഷ്മി സാറിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാറിന് അറിയാൻ പറ്റില്ലായിരുന്നു. അത് ശരിയാ. ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ചു കൊല്ലുമായിരുന്നു എല്ലാരും കൂടെ. കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പൊ ശരിക്കും കൊല്ലാൻ നടക്കുക. അങ്ങനെയൊന്നും സാറ് മരിക്കില്ല സാറേ. അതെ, ദൈവങ്ങൾ സാറിനെ കൊല്ലില്ല. ഇനിയിപ്പോ ആകെ ഉണ്ടായിരുന്ന മുടന്തും മാറി. അവന്മാരെയൊക്കെ നേർക്ക് നേരെ നിന്ന് തല്ലാൻ പറ്റുമെന്നർത്ഥം. ആ, അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്. എനിക്ക് അപകടം ഉണ്ടാകുന്നതുവരെ ഞാൻ കരാട്ടെ ക്ലാസ്സിനും കളരിപ്പയറ്റിനും ഒക്കെ പോയിട്ടുണ്ട്. മേഘനൊപ്പാ പൊയ്ക്കൊണ്ടിരുന്നേ. പലപ്പോഴും അവനെ ഞാൻ ആ സമയത്തൊക്കെ തല്ലി വീഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് മൽപ്പിടുത്തം നടത്താൻ അവന് പേടിയായിരുന്നു. ഇനി അവൻ സാറിനെ പേടിക്കണം. അവൻ മാത്രമല്ല, അവന് ചുറ്റുമുള്ളവരും. അവനെക്കാളും ഞാൻ വെറുക്കുന്നത് സാറിന്റെ അനിയനെയാണ് സാർ. എന്തൊരു ജന്മം അവൻ്റെത്. ഏട്ടനെ കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു അനിയൻ, അതാ അവന്റെ ജന്മം. സത്യത്തെ എനിക്ക് സങ്കടമുണ്ട്. എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം സമ്പത്താണ് ലോപ്പസേ. അങ്ങനെ പണത്തെയും സ്വത്തിനെയും സ്നേഹിക്കാത്ത ചിലര് ഇടയ്ക്ക് നമുക്കരിയിലേക്ക് വരും. നിങ്ങളെയൊക്കെ പോലെ, എന്റെ മഹിയെ പോലെ, അനന്തുവിനെയും ലേഖയും പോലെ. അത്തരക്കാരരികിലേക്ക് വരുമ്പോൾ അവരെ അടക്കി പിടിക്കണം. പിന്നീട് ജീവിതത്തിൽ അവരായിരിക്കും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വത്ത്. ആ, നടക്കാം. എടാ, ഇവിടെ അടുത്ത് കട്ടൻ എവിടെയെങ്കിലും കിട്ടൂടാ മാർക്കോ? എടാ, നമ്മൾ കാറിനടുത്ത് എത്താറായി. കാടും പടലമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നദിയിലൊന്ന് കുളിച്ച് മുഖമൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിക്കാം. എന്നാ വാ. വാ, 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 പോ. ആ, ശരിയടാ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണേ. ആ, എന്തായടാ, നീ അവനെയാണോ വിളിച്ചേ? എടാ, മേഘനെയാണോ വിളിച്ചേന്ന്? അതെ അമ്മേ, അവനുമായിട്ടാ സംസാരിച്ചത്. അവനെ അങ്ങോട്ട് വിളിച്ച് വിവരങ്ങളൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാ. കൃത്യം നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ച് വിവരങ്ങളൊന്നും പറയേണ്ടെന്ന് അവന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ നമ്മൾ വിവരങ്ങൾ എങ്ങനെ അറിയൂടാ? അതെങ്ങനെങ്കിലും അറിയോ അമ്മേ? വെറുതെ അതിനെപ്പറ്റി ഓർത്ത് അമ്മ വെപ്രാളപ്പെടണ്ട. ആകാംക്ഷ കൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നേ. ആ കൊച്ചാണെങ്കിൽ കണ്ണം കാഞ്ഞു പോയെന്ന് കേൾക്കാനായിട്ട് മൊബൈലിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുമായിരിക്കും. അവളെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉടനെ എങ്ങാനും നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമോടാ? അമ്മ, ഇത് പട്ടിയും പൂച്ചയും കൊല്ലാനല്ല കൊലയാളികൾ പോയിരിക്കുന്നേ. കണ്ണനെയും കൂടെയുള്ള മറ്റു 2 പേരെയും തീർക്കാനാ പോയിരിക്കുന്നേ. അവരെ 4 പേരാ. കണ്ണൻ ഡോളിയിലായിരിക്കും പോയിരിക്കുന്നേ.
അങ്ങനെ പോകുന്നവനെ ഇടയ്ക്ക് ഡോളി താഴെ വെക്കുമ്പോൾ കൂടുതലുള്ളവന്മാർ വിശ്രമിക്കത്തില്ലേ? ആ സമയത്ത് ഈസിയായിട്ട് കൊന്നു കൊക്കേ തള്ളാൻ പറ്റും. പക്ഷേ അതുപോലെയല്ല മാർക്കോടെയും സാഗറിന്റെയും കാര്യം. മാർക്കോ എന്ന് പറയുന്നവന്റെ കരുത്ത് എന്താണെന്ന് നേരിട്ട് അറിഞ്ഞവനാ ഞാനും വാമേട്ടനും അതുപോലെ മേഘനും ഒക്കെ. പിന്നെ എന്തിനും പോകുന്ന വേറൊരുത്തനും കൂടെ ആ ലോപ്പസും, പോരാത്തതിന് സാഗറും. അതുകൊണ്ട് ജോലി ഏറ്റെടുത്തവന്മാര് അത് നിസ്സാരമാണെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് എല്ലാം കഴിയുമ്പോഴേ ആശ്വസിക്കാൻ വകയുള്ളൂ. നീയും ആ മേഘനയൊക്കെ മണ്ടന്മാരാ, അതാ എന്റെ പേടി. അമ്മ, ഇത്തരം സംസാരങ്ങളൊന്നും നിർത്തിക്കോ. എന്റെ മരുമോൻ കരുണ അവനെ ഏതു നേരവും മണ്ടൻ മണ്ടെന്ന് വിളിക്കുന്നതിന്റെ വിഷമത്തിലാ. അതിൻ്റെ കൂടെ അമ്മ ഏതു നേരവും എന്നെ മണ്ടാന്ന് വിളിക്കുന്നത്. അത് കൊള്ളാം. പിന്നെ മണ്ടന്മാരെ ബുദ്ധിമാനെന്ന് വിളിക്കാൻ പറ്റുവാടാ? നീ മണ്ടനാണെങ്കിലേ നിന്റെ മരുമകൻ മാരാ മണ്ടനാ. അങ്ങനെ എന്റെ അമ്മയോ? അവനെ കല്യാണം കഴിച്ചതോടെ എന്റെ കുഞ്ഞിന്റെ ഭാവി പോയില്ലേ? ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൊക്കെ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയല്ലേ അമ്മേ? അവൻ അത്ര ശീലങ്ങളൊന്നും ഇല്ലല്ലോ. അതും കഴിച്ചിട്ട് എന്റെ കുഞ്ഞിനെ അവൻ തല്ലട്ടെ. തല്ലും. തല്ലിയാലേ ഒരു തവണയേ തല്ലത്തുള്ളൂ. എന്റെ കുഞ്ഞിന്റെ ദേഹത്തകണം കൈവച്ച അവന് ഞാൻ തല്ലും. മല കയറുമ്പോ കണ്ണനെയും മാർക്കോയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഗുണ്ടകൾ പറഞ്ഞിരിക്കുന്നത്. മല കയറി ഈ പറയുന്നവര് മിടുക്കന്മാരാ. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഉദ്ദേശ വാർത്ത കേൾക്കാൻ പറ്റും. ഈശ്വരാ, ഒരിക്കലെങ്കിലും നമുക്ക് ആ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം പ്രതാപ. എന്റെ കുഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കുന്ന കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ? അവളെ ഇത്തവണയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം. ഭഗവാനെ, മോളെ ഇതൊന്ന് പിടിച്ചേ. വിഘ്നേശ്വര, ദോഷങ്ങളൊക്കെ ഒഴിയണേ ഭഗവാനെ. ഭഗവാനെ, വിഘ്നേശ്വര, കാത്തുരക്ഷിക്കണേ. എന്റെ വിഘ്നേശ്വര, മലയ്ക്ക് പോയവരുടെ യാത്രയില് വിഘ്നങ്ങൾ മാത്രം ഉണ്ടാവണേ, അവര് മടങ്ങി വരരുതേ. എന്റെ മോളെ തട്ടിയെടുത്തവന്റെ കുഞ്ഞും എന്റെ മോളുടെ വയറ്റിന്ന് പോണേ ഭഗവാനെ. എന്റെ കുഞ്ഞു പോയപ്പോ സന്തോഷിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടണേ. ഞാൻ കരഞ്ഞതിന്റെ 1000 മടങ്ങ് എന്റെ ശത്രുക്കൾ കരയുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ. വാ. മോളെ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. തേങ്ങ സാധാരണ പൊട്ടുന്നതിനേക്കാൾ നന്നായി പൊട്ടി ചിന്നി ചിതറുമായിരുന്നു. നമ്മുടെ ശത്രുക്കളുടെയൊക്കെ ജീവിതം ചിന്നി ചിതറുമെന്ന് ഉറപ്പാ. എന്റെ കുഞ്ഞു പോയ ദിവസത്തെ വേദന എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എന്റെ അമ്മയും അവരുടെ പ്രിയപ്പെട്ട മോളും ഉത്തരവാദികളാ. അതിന് അവർക്കൊക്കെ കിട്ടേണ്ട ശിക്ഷ കിട്ടണം. മോളെ, മോള് വിഷമിക്കണ്ട മോളെ. മോളെയും നമ്മളെയെല്ലാം കരയിപ്പിച്ചവരൊക്കെ ഇനി ഏങ്ങലടിച്ച് കരയാൻ പോവാ. വാ മോളെ, മലയ്ക്ക് പോയവര് മടങ്ങി വരില്ല എന്ന് മേഘം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ വാക്ക് സത്യമാകാൻ വേണ്ടിട്ടാ ഞാൻ സകല ദൈവങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് എന്തിനും ഏതിനും തുണയായി നിൽക്കുന്ന അയ്യപ്പസ്വാമി ഇത്തവണ അവളെ പരീക്ഷിക്കട്ടെ. അവളുടെ ഭർത്താവിന്റെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ.
അഹങ്കാരത്തിന് കയ്യും കാലും വെക്കാനേ പാടില്ല മോളെ. അങ്ങനെ വന്നു കഴിഞ്ഞാ അതാപത്താ. ദേ, അവൾക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞു മോളെ. ഇനി നമ്മുടെ ദിവസങ്ങളാ വരാൻ പോകുന്നത്.